ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മുറിയിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവിടെ മാത്രം തറയ്ക്ക് വല്ലാത്തൊരു തണുപ്പ്. അടച്ചിട്ടിരിക്കുന്ന മുറിയായിട്ട് പോലും കാറ്റൊക്കെ വന്ന് പൊതിയുന്ന പോലെ. എന്താ അത്? അത് സിത്താരയ്ക്ക് വെറുതെ തോന്നുക. കളം വരച്ചത് നന്നായത് എന്റെ മിടുക്കൊണ്ടാണെന്നാ എല്ലാരും പറയുന്നത്. പക്ഷേ അത് നാഗദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. അവർക്കേ പാല് സമർപ്പിക്കണം, അനുഗ്രഹവും വാങ്ങിക്കണം. പോവാം. വാ. ഹലോ. അവളിവിടെ കാവിനകത്തു. ഒന്നും നോക്കണ്ട, പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ താഴ്ത്തേക്ക്. ശരി മാഡം. ആരൊന്നും ചോദിച്ചു കേട്ടില്ലേ? എന്താ നിങ്ങക്ക് വേണ്ടത്? വേണ്ട, പൊയ്ക്കോ. Go back. Leave me. Leave me. വിടറാ അവളെ. വിടറാ. വിടാനല്ലേ പറഞ്ഞ. സിഗ്നലില്ലല്ലോ. അയ്യോ കുട്ടി, കുട്ടി, കുട്ടി. അയ്യോ ഇടി, വാ പോവാം, പോവാം. എണീക്ക്, വാ. ഉപദ്രവിക്കാൻ വന്നവരാരാണെന്ന് എനിക്കറിയില്ല, രക്ഷിക്കാൻ വന്നവരെ അറിയില്ല, ദ്രോഹിക്കാൻ വന്നവരെ എനിക്കറിയാം. മംഗളത്ത് ഗ്രൂപ്പും കളരിക്കൽ ഗ്രൂപ്പും ഒന്നിച്ചു ചേരുന്നത് ഇഷ്ടപ്പെടാത്തവര് ഈ ബിസിനസ് ലോകത്ത് ഒരുപാട്. അവരാരെങ്കിലും ഒന്ന് കണക്ക് തീർക്കാൻ നോക്കിയതാവും. അല്ലെങ്കിൽ പിന്നെ വേറൊരു സാധ്യതയും കൂടിയുണ്ട്. അതെന്താ മാഡം? എന്താ എന്താ നിർമ്മലേ? ഒരു മിനിറ്റ്. ഹലോ മാഡം. ആവശ്യത്തിന് പണം തന്നതല്ലേ ഞാൻ, എന്നിട്ട് എങ്ങനെ അവള് രക്ഷപ്പെട്ടത്? ഞങ്ങൾ അവളെ പിടിച്ച് കാറിൽ കയറ്റാൻ തുടങ്ങിയതായിരുന്നു മാഡം. അപ്പോഴേക്കൊരു പെണ്ണ് വന്ന് ഞങ്ങളെ തടഞ്ഞു. ഏതാ ആ പെണ്ണ്? ആര് നിങ്ങളെ തടഞ്ഞു? ഞങ്ങൾക്കറിയില്ല. ഇരുട്ടിന്ന് ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു. എല്ലാവരും ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി. ഓ, ഒന്ന് വെച്ചിട്ട് പോടോ. ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്. എന്താണെന്നും ഇരുട്ടത്ത് ആരൊക്കെയോ പ്രത്യക്ഷപ്പെട്ട് അവരെയൊക്കെ അങ്ങ് തടഞ്ഞു. അല്ല, ഇവിടെ ഇപ്പൊ ആരങ്ങനെ പ്രത്യക്ഷപ്പെടാ? അവന്മാര് കള്ളന്മാരാണ്. അവന്മാർക്ക് കിട്ടിയ കാശ് കൊണ്ട് വലിഞ്ഞ്. അതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് ഇതൊന്നും വേണ്ട. മതി, ചെന്ന് കാണുന്നുണ്ട് ഞാൻ അവന്മാരെ. നാണമുണ്ടോ അമ്മയ്ക്ക്? എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വെ ചെയ്തിട്ടുണ്ടോ? മിണ്ടരുത്. നിശ്ചയം മുടക്കാന്നും വിവാഹം നടത്താന്നും എന്തെങ്കിലും ഒരു വാക്ക് അമ്മയുടെ നാവിന്ന് വീണാലുണ്ടല്ലോ. ദേ, നീ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും. നിശ്ചയം നടക്കുമായിരിക്കും, പക്ഷേ ഈ കല്യാണം നിർമ്മല നടത്തില്ല. അതെന്റെ തീരുമാനമാണ്. മോതിരണിയിച്ചതിന് ശേഷം മാത്രം പരസ്പരം നോക്കുന്ന രണ്ടുപേർ. എൻഗേജ്മെന്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം എനിക്കിതൊന്ന് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ. ആളുകളുടെ കമന്റ്സ് എന്താന്ന് നോക്കാലോ. പ്രത്യേകിച്ച് എന്ത് കമന്റ്സ് ഉണ്ടാവാനാ? കുറെ ആളുകൾ അതിന്റെ പേരിൽ പാരമ്പര്യവാദത്തിനെ തള്ളിപ്പറയും. കുറെ പേര് നല്ലതാണെന്നും പറയും. കുറെ കഴിയുമ്പോ അവര് തമ്മിൽ അടിക്കുകയും ചെയ്യും. അത്രല്ലേ ഉള്ളൂ. ആർ യു റെഡി? അവസാന വാക്ക് മമ്മിയുടേതല്ലേ? ഓക്കേണോ നോക്ക്. യെസ്.
ആസ് ഓൾവേസ് യു ആർ ലുക്കിംഗ് ലൈക്ക് എ പ്രിൻസസ്. അപ്പൊ ശരി, നടക്കട്ടെ. മമ്മി അവിടുത്തെ കാര്യങ്ങൾ എന്തായി നോക്കട്ടെ. സിനി വാ. എന്താ സിത്താരെ? മുറി തുറന്നു കിടന്നിരുന്നോണ്ട് വെറുതെ കയറി നോക്കിയതാ. ഇവരാരൊക്കെ? ഇത് പണ്ട് കാലത്ത് മരിച്ചുപോയവരുടെ ഛായാചിത്രങ്ങളും ഫോട്ടോയും ഒക്കെ നിർബന്ധമായിട്ടും വെക്കുമായിരുന്നല്ലോ. എല്ലാം കാർന്നോമാര് ചെയ്തതാ. പക്ഷേ സ്ത്രീകളുടെ ചിത്രം മാത്രമേ ഉള്ളല്ലോ. മരിച്ചുപോയ പുരുഷന്മാരുടെ ഫോട്ടോയൊക്കെ അത് ഇവിടെ തന്നെ വേറെ മുറിയിലുണ്ട്. മരണത്തിൽ പോലും ആൺ പെൺ വ്യത്യാസം അല്ലേ? ഇവരൊക്കെ ഈ പ്രായത്തിലാണോ മരിച്ചത്? അങ്ങനെയൊന്നുമില്ല. പലരുടെയും ചിത്രം പല പ്രായത്തിലാണല്ലോ വരയ്ക്കുന്നതും എടുക്കുന്നതും ഒക്കെ. സിത്താര വരൂ, അവിടെ മുഹൂർത്തത്തിന് സമയമായി. ഈ മുറിയിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവിടെ മാത്രം തറയ്ക്ക് വല്ലാത്തൊരു തണുപ്പ്. അടച്ചിട്ടിരിക്കുന്ന മുറിയായിട്ട് പോലും കാറ്റൊക്കെ വന്ന് പൊതിയുന്ന പോലെ. എന്താ അത്? അത് സിത്താരയ്ക്ക് വെറുതെ തോന്നുന്നതാ. തറവാട് വീടുകളെ കുറിച്ച് പലതും കേട്ടും മനസ്സിൽ വെച്ചിട്ടാ. സിത്താര ചെല്ല്, വാ. ഈശ്വര, കാതുമോൾക്ക് അപകടമൊന്നും വരുത്തല്ലേ. എന്തൊരു ഉറക്കമായിരുന്നു നന്ദേട്ടാ ഇന്നലെ. നേരം വെളുത്തിട്ട് പോലും എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. അതെടോ, വല്ലാത്തൊരു സമാധാനമായിരുന്നു ഇന്നലെ രാത്രി. സർപ്പുകളും പൂജയെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനി ആ ദൈവങ്ങളെല്ലാം നവീന കാവലായിട്ടുണ്ടാവും. അതിനുശേഷം ഭക്ഷണം എന്താണോ? അയ്യേ, ഇതെന്തോന്നു സാറേ? ഇതാണോ കല്യാണ നിശ്ചയത്തിനുള്ള വേഷം? ഇതിനെന്താ കുഴപ്പം? എന്റെ പൊന്നു സാറേ, ഇത്രയും വലിയൊരു തറവാട്, ഇന്നലെ സർപ്പക്കാവും സർപ്പം തൊഴിലും ഒക്കെ നടന്നൊരു അന്തരീക്ഷം. ഇതിനിടയ്ക്ക് സാറി കൂട്ടുസൂട്ട് ഇട്ടപ്പോ ഈ മോര് മുതിരയും പോലെ അങ്ങനെ ഒരു ചേരായ്മ. എടോ, വന്നു നിൽക്കുന്നത് തറവാട്ടിലാണെങ്കിലും ഞാൻ നവീൻ ഗോപാൽ വർമ്മനല്ലേ. എനിക്കിത് മതി. അത് പോരാ. നീ എന്താടാ ബിസിനസ് മീറ്റിംഗിന് പോവാണോ? മാണിക്കുഞ്ഞെ, മുണ്ടും ഷർട്ടും ഒക്കെ പെട്ടിലിരിപ്പില്ലേ? അതെത്ര വേണേലും ഉണ്ട്. മുത്തശ്ശി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ അതുപോലല്ലേ ആളുകൾ നമ്മളെ കാണേണ്ടത്. ഞാനൊരു കാര്യം പറയാം. നീ നിർബന്ധ ബുദ്ധി പിടിക്കുന്നതൊക്കെ നിന്റെ ഓഫീസില്, നിന്റെ ബിസിനസ്സില്. ഇത് കളരിക്കൽ തറവാടാ. ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ എനിക്കറിയാം.